ഒരു ലോ ഹൈപ്പ് പടമായിട്ടാണ് മോഹൻലാൽ ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലൂടെ ഹൈപ്പിനനുസരിച്ചുള്ള തുടക്കം തന്നെയാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ഈ വർഷത്തെ മൂന്നാമത്തെ മികച്ച പ്രീസെയിൽ നേടിയ സിനിമയായി ഹൃദയപൂർവ്വം മാറിയിട്ടുണ്ട്. ആദ്യം എമ്പുരാനും പിന്നീട് തുടരും, ഇപ്പോൾ ഹൃദയപൂർവ്വമാണ് ടോപ്പിൽ നിൽക്കുന്നത്. 1.61 കോടിയാണ് പ്രീസെയിലൂടെ മാത്രം ചിത്രം നേടിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഹൃദയപൂർവ്വം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ഷോ ഇന്റർവെലിനോട് അടുക്കുമ്പോൾ മികച്ച റെസ്പോൺസ് ആണ് ലഭിച്ചതും ഇന്റർവെൽ എത്തിയപ്പോൾ ഫുൾ പാക്ഡ് എന്റർടൈനർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഫസ്റ്റ് ഹാഫ് ഗംഭീരം എന്ന് തന്നെയാണ് പറയുന്നത്. എന്റർടൈൻമെന്റ് വാല്യൂ കൂടുതലാണ്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് തീർന്നത് എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ പടം ഓൺ ട്രാക്കിലാണ്. പൂനെ എപ്പിസോഡിൽ സംഗീത് മോഹൻലാൽ കോംബോ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രേക്ഷകർ പറഞ്ഞപ്പോൾ അതിശയമായി. അത് വർക്കൗട്ടായി എന്നതാണ് കാണാൻ കഴിയുന്നത്. ഇനിയാണ് സെക്കൻഡ് ഹാഫിലേക്കുള്ള വലിയ പ്രതീക്ഷയോടുള്ള അവരുടെ പോക്കും. സെക്കൻഡ് ഹാഫ് ഗംഭീരമാണെങ്കിൽ ഓണം വിന്നർ ഉറപ്പിക്കാം ഹൃദയപൂർവ്വം തന്നെ എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. എല്ലാവരും സംഗീതിന്റെയും മോഹൻലാലിന്റെയും കോംബോയെ ചിരിച്ചുകൊണ്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ച എന്റർടൈനിങ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലൂടെ പുതിയൊരു ഫാൻ ബോയ് കൂടി പിറക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി നമ്മൾ അറിയുകയാണ്. അത് സാക്ഷാൽ ഈ ചിത്രത്തിന്റെ എഴുത്തുകാരൻ തന്നെ. സിനിമയിലെ എഴുത്തു തുടങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തുടക്കം. ആ സ്വപ്നം സഫലമാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് കാഞ്ഞിരപ്പള്ളിക്കാരനായ എഴുത്തുകാരൻ. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തുന്ന ഹൃദയപൂർവ്വം സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി മണ്ണാർക്കയം സ്വദേശി തോണിപ്പാറ TP സോനുവാണ്. അഖിൽ സത്യന്റേതാണ് കഥ. നിരവധി പുരസ്കാരങ്ങൾ നേടിയ നൈറ്റ് കോൾ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് സോനുവിന്റെ സിനിമയിലേക്കുള്ള പ്രവേശനം. പ്രേം നസീർ ഫൗണ്ടേഷനും തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റിയും ചേർന്ന് നടത്തിയ ഹ്രസ്വചിത്ര മത്സരത്തിൽ മികച്ച ചിത്രം, തിരക്കഥ, സംവിധാനം, നടൻ എന്നീ മേഖലയിൽ പുരസ്കാരം ലഭിച്ചിരുന്നു. IFFKയിലും ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ മാധ്യമ പ്രവർത്തകനായിട്ടായിരുന്നു തുടക്കം. മണ്ണാറക്കയം തോണിപ്പാറ പ്രേമചന്ദ്രൻ വിജയമ്മ ദമ്പതികളുടെ മകനാണ്. നൈറ്റ് കോൾ എന്ന ഹ്രസ്വചിത്രം കണ്ടിട്ടാണ് സത്യൻ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയുടെ ആരാധകനായ തനിക്ക് വിളി വന്നപ്പോൾ തന്നെ സന്തോഷം തോന്നി. അഭിനന്ദിച്ച ശേഷം പിന്നീട് കാണാമെന്ന് ഉറപ്പു നൽകി. തൃശ്ശൂരിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞാണ് ഈ സിനിമയുടെ ഭാഗമാകാൻ വിളിക്കുന്നത്. സത്യനുമായി ഒന്നിച്ചിരുന്നാണ് തിരക്കഥ പൂർത്തിയാക്കിയത്. ഫാൻ ബോയ് എന്ന നിലയിൽ മോഹൻലാലിനൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. ആദ്യം കണ്ടതു മുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ നൽകി. കോളേജ് കാലം മുതൽ സിനിമയിലെത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. 2013-14 കാലഘട്ടത്തിൽ ഷോർട്ട് ഫിലിം മത്സരത്തിൽ പങ്കെടുത്ത് ആദ്യ 10 എത്തിയിരുന്നു. 2 വർഷം കണ്ടന്റ് റൈറ്ററായി ജോലി ചെയ്തു. രേവതി കലാമന്ദിറിൽ സിനിമ പഠിച്ചു. 2022 നൈറ്റ് കോൾ ചെയ്യുന്നത്. സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിൽ നിന്നും എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ലഭിക്കുന്ന രീതിയിലുള്ളതാകും ഈ സിനിമ. ടെൻഷൻ ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് ആസ്വദിച്ച് കാണാൻ കഴിയുന്ന സിനിമയാകും. സിനിമ പൂർത്തിയാക്കിയ ശേഷം കണ്ടവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകരും ആ അഭിപ്രായം പറയുന്നു. ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ മികച്ച എന്റർടൈനർ ഇതുവരെ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായവും.